ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹിഡൻ ലവ് എന്ന ഡ്രാമയിലെ 15th എപ്പിസോഡാണ്. ഈ എപ്പിസോഡ് തുടങ്ങുന്നത് സംഷിക്ക് അലർജി ഉണ്ടാക്കാനായി ഡുവാൻ ഡ്രിങ്ക്സ് കൊടുത്തത് കാരണം അവർക്ക് ഫിലിമിനൊന്നും കാണാൻ പോകാൻ പറ്റാതെ സംഷിയുടെ മുഖമാകെ അലർജി വന്നതിനാൽ ഡുവാൻ നേരെ അവളെ കൂട്ടി മെഡിക്കൽ ഷോപ്പിലേക്ക് വന്ന് മെഡിസിൻ എല്ലാം കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അലർജി എല്ലാം പോയോ നോക്കുന്നുണ്ട്. അപ്പോൾ സംഷി പറയുന്നുണ്ട്, അന്നും നിനക്ക് ഓർമ്മയില്ലായിരുന്നു, നീ എനിക്ക് അന്നും ഡ്രിങ്ക്സ് എല്ലാം വാങ്ങി തന്നിരുന്നു ഈ മിൽക്കിൻ്റെ എന്നെല്ലാം കേട്ടപ്പോൾ ഡുവാൻ പറയുന്നുണ്ട്, അന്ന് നീ എന്ത് ചെയ്തു? അപ്പോൾ സംഷി പറയുന്നുണ്ട്, അത് ഞാൻ കുടിക്കാതെ എൻ്റെ ഫ്രണ്ടിനാണ് കൊടുത്തത് എന്നെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ അതെല്ലാം പറഞ്ഞതിന് ശേഷം ഡുവാൻ പറയുന്നുണ്ട്, ഓ എൻ്റെ ഗേൾ ഫ്രണ്ടിന് അങ്ങനത്തെ ഒരു അലർജി ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. അത് കേട്ടതും സംഷി നെട്ടുന്നുണ്ട്. സംഷി പറയുന്നുണ്ട്, എന്തൊക്കെയാണ് നീ പറയുന്നത് എന്നെല്ലാം പറഞ്ഞ് സംഷി പിന്മാറുന്നുണ്ട്. അതിനുശേഷം സംഷി നടന്നു പോകുമ്പോൾ ഫേസിൽ ഇങ്ങനെ കൈവെക്കുന്നത് കാരണം അലർജി കൂടുമെന്ന് പേടിച്ച് ഡുവാൻ അവളെ 2 കൈയും കെട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. അത് കണ്ട് സംഷി വിടിപ്പിക്കാനായി ഒരുപാട് നോക്കുന്നുണ്ടെങ്കിലും ഡുവാൻ വിടുന്നേയില്ല. അങ്ങനെ സംഷി പറയുന്നുണ്ട്, ഇങ്ങനെ കണ്ടാൽ നീ നിന്റെ ഡോഗിനെ കൊണ്ടുപോകുന്ന പോലെയാണ് എന്നെ കൊണ്ടുന്നത് എല്ലാം കേട്ടിട്ട് ഡുവാന് ഒരുപാട് ചിരിയാണ് വരുന്നത്. ഇങ്ങനെ സംഷി അത് പറഞ്ഞതും ഡുവാൻ നേരെ ആണോ ഗേൾ ഫ്രണ്ട് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സംഷിക്ക് വല്ലാതെ എന്തോ ഒരു ഓക്വേർഡെല്ലാം ഫീൽ ചെയ്യുന്നുണ്ട്. അത് കണ്ട് ഡുവാൻ വേഗം അവിടെ നിന്ന് ടോപ്പിക്കെല്ലാം ചേഞ്ച് ചെയ്യുന്നുണ്ട്. എൻ്റെ ബർത്ത്ഡേക്ക് എനിക്ക് ക്രീം കേക്ക് ഒട്ടും ഇഷ്ടമല്ല എന്നെല്ലാം പറയുന്നുണ്ട്. ഇത് കേട്ട് സംഷി പറയുന്നുണ്ട്, നിൻ്റെ ബർത്ത്ഡേയും എൻ്റെ ബർത്ത്ഡേയും ഒരുമിച്ചല്ലേ വരുന്നത്, അങ്ങനെയാണെങ്കിൽ നമുക്ക് 2 പേർക്കും ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്തൂടെ എന്നെല്ലാം പറയുമ്പോൾ ഡുവാൻ പറയുന്നുണ്ട്, അതെന്നാണ് എനിക്കും ഇഷ്ടം, ഒരാളുടെ കൂടെ സെലിബ്രേറ്റ് ചെയ്യാൻ, അല്ലാതെ ഒറ്റയ്ക്ക് എങ്ങനെയാണ് എന്നെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഡുവാൻ നേരെ സംഷിയുടെ റൂമിലേക്കായി കൊണ്ടുപോയി ആക്കുന്നുണ്ട്. അങ്ങനെ സംഷി നേരെ വരുന്നതും സംഷിയുടെ ഫ്രണ്ട്സ് എല്ലാം പിടിച്ചു വെച്ച്, എങ്ങനെയുണ്ട് ഇന്നത്തെ ഡേറ്റ്, നിന്നോട് അവൻ കൺഫസ് ചെയ്തോ എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. അത് കേട്ട് സംഷി പറയുന്നുണ്ട്, കൺഫസും ചെയ്തിട്ടില്ല, പക്ഷേ അവൻ എന്നെ ഇഷ്ടമാണ്, അവൻ്റെ സംസാരത്തിൽ അതെനിക്ക് മനസ്സിലായിട്ടുണ്ട്, ഇന്നത്തെ ഡേ അടിപൊളിയായിരുന്നു എന്നെല്ലാം പറയുന്നുണ്ട്. പിന്നെ ആണെങ്കിൽ എൻ്റെയും അവൻ്റെയും ബർത്ത്ഡേ ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞത് എന്നെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം സംഷി നേരെ ഡുവാനെ കാണാനായി വരുമ്പോഴാണ് മിങ് സംഷിക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റെല്ലാമായി വരുന്നത്. അങ്ങനെ ആ ഗിഫ്റ്റെല്ലാം നിർബന്ധിച്ച് സംഷിയെ കൊണ്ട് മിങ് വാങ്ങിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം കണ്ടുകൊണ്ട് ഡുവാൻ അവിടെ നിൽക്കുന്നത് കാരണം സംഷിക്ക് മിങ്ങിനോട് അങ്ങനെയൊന്നും സംസാരിക്കാനേ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ അവർ സംസാരിച്ചതിന് ശേഷം മിങ് അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ സംഷി നേരെ ഡുവാൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ഡുവാൻ്റെ അടുത്തേക്ക് വന്നതും ഡുവാൻ മിങ് നൽകിയ ആ ഗിഫ്റ്റെല്ലാം സംഷിയുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇതൊക്കെ നിനക്ക് എന്തിനാ, ഇതിനെക്കാട് നല്ല ഗിഫ്റ്റെല്ലാം ഞാൻ നിനക്കായി വാങ്ങി വെച്ചിട്ടുണ്ട് എന്നെല്ലാം ഡുവാൻ സംഷിയോട് പറയുന്നുണ്ട്. അങ്ങനെ ഡുവാൻ പറയുന്നുണ്ട്, ആദ്യം നമുക്ക് അന്ന് കാണാൻ പറ്റാത്ത ആ സിനിമ കാണാൻ തന്നെ പോയാലോ എന്ന് ചോദിക്കുമ്പോൾ സംഷിക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. എന്നിട്ട് ഡുവാൻ സംഷിയുടെ അടുത്തേക്ക് വന്ന്, എൻ്റെ ഗേൾ ഫ്രണ്ടിനെ കാണാൻ ഇന്ന് വളരെയധികം ബ്യൂട്ടിഫുൾ ആണല്ലോ എന്നെല്ലാം ചോദിക്കുമ്പോൾ സംഷിക്ക് വളരെയധികം സന്തോഷമാകുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്ന് നേരെ സംഷിയെ കൂട്ടി ഡുവാൻ ബസ്സിലാണ് കയറുന്നത്. പക്ഷെ സംഷിയെ ആരും ഒന്ന് ടച്ച് വരെ ചെയ്യരുത് എന്ന രീതിക്ക് സംഷിയെ ഫുൾ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടാണ് ഡുവാൻ നിൽക്കുന്നത്. എന്നിട്ട് ഡുവാൻ സംഷിയോട് അവിടെ നിന്ന് കൈയെടുത്തിട്ട് എൻ്റെ കയ്യിലേക്ക് വെച്ചോ എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ സംഷിക്ക് മടിച്ചുകൊണ്ട് സംഷി ഒന്ന് ജസ്റ്റ് ഒന്ന് ഡ്രസ്സിൽ പിടിക്കുന്നതേ ഉള്ളൂ. അത് കാണുന്ന ഡുവാൻ അവളുടെ കൈയെല്ലാം എടുത്ത് ഡുവാൻ്റെ കയ്യിലേക്ക് വെക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇങ്ങനെ വെച്ചാലൊന്നും ഒരു തെറ്റുമില്ല, നീ എൻ്റെ ഗേൾ ഫ്രണ്ട് അല്ലേ എന്നെല്ലാം പറയുന്നുണ്ട്. അത് കേട്ട് സംഷിക്ക് ഒരുപാട് ചിരി വരുന്നുണ്ട്. അങ്ങനെ ഫിലിം കാണാനായി എത്തുമ്പോൾ ഡ്രിങ്ക്സ് എല്ലാം വാങ്ങാനായി സംഷിയും ഡുവാനും അവിടേക്ക് വരുന്നുണ്ട്. അങ്ങനെ സംഷി നല്ല തണുപ്പുള്ള ഡ്രിങ്ക്സ് എല്ലാം വാങ്ങുമ്പോൾ ഡുവാൻ പറയുന്നുണ്ട്, അത്ര തണുപ്പുള്ളതൊന്നും വാങ്ങണ്ട, അവിടെ നല്ല തണുപ്പായിരിക്കും എന്നെല്ലാം ഡുവാൻ പറയുന്നുണ്ട്. അതെല്ലാം കേട്ട് ദേഷ്യം പിടിച്ച് സംഷി പറയുന്നുണ്ട്, ഞാൻ അത്ര കൊച്ചൊന്നുമല്ല, എനിക്ക് തണുത്തതെല്ലാം കുടിക്കാം എന്നെല്ലാം പറഞ്ഞ് ആ തണുപ്പുള്ളത് തന്നെ വാങ്ങുന്നുണ്ട്. അങ്ങനെ ഫിലിം കാണാനായി വന്നപ്പോൾ അവിടെ നല്ല തണുപ്പായത് കാരണം സംഷി ഇട്ട സ്വെറ്ററിൻ്റെ കൂടെയായിരുന്നു സംഷി അത് പിടിച്ചിരുന്നത്. സംഷിക്ക് പിടിക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു. അതെല്ലാം നോക്കിയിരിക്കുന്നുണ്ട് ഡുവാൻ. അങ്ങനെ ഡുവാൻ പറയുന്നുണ്ട്, നീ ഇനി എൻ്റെ കയ്യിലേക്ക് തന്നേക്ക്, എന്നിട്ട് നീ കുടിച്ചോ എന്നെല്ലാം പറയുന്നുണ്ട്. അത് കേട്ട്
സാക്ഷി പറയുന്നുണ്ട് ഞാൻ അത്രയ്ക്ക് ചെറുതൊന്നുമല്ല, ഞാൻ തന്നെ പിടിച്ചോളാം എന്നെല്ലാം പറയുന്നുണ്ട്. സാക്ഷി ഡുവാൻ അത് കൊടുക്കുന്നവരെ ഉണ്ടായിരുന്നില്ല. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഡുവാൻ പറയുന്നുണ്ട് ഇനി നിനക്കുള്ള സർപ്രൈസ് അതെൻ്റെ വീടിൻ്റെ ബാൽക്കണിയിലാണ്, നീ അങ്ങോട്ടേക്ക് വരണം എന്നെല്ലാം പറഞ്ഞ് ഡുവാൻ അവളെ അവിടേക്ക് വിളിച്ചു കൊണ്ടുപോകുന്നുണ്ട്. അവിടെ വന്ന് ആകെ മുഴുവനായി അവിടെ എല്ലായിടത്തും ചുറ്റി നടന്ന് കറങ്ങി നടന്ന് കാണുന്ന സാക്ഷിയെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. അത് നോക്കി നിൽക്കുകയായിരുന്നു ഡുവാൻ. സാക്ഷിക്കാണെങ്കിൽ അവിടെ ഡുവാൻ ചെയ്ത വോക്കും എല്ലാം ഇഷ്ടപ്പെട്ടിരുന്നു. വളരെയധികം ബ്യൂട്ടിഫുൾ ആക്കി വെച്ചിരുന്നു ആ പ്ലേസ് ഒന്നാകെ ഡുവാൻ. അതെല്ലാം കണ്ട സാക്ഷിക്ക് വളരെയധികം സന്തോഷമാണ് തോന്നുന്നത്. ഡുവാനായി അവൾക്ക് വേണ്ടി 2 കേക്കെല്ലാം വാങ്ങിയിരുന്നു. അപ്പോൾ സാക്ഷി ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഈ 2 കേക്ക് എന്നല്ല. ഡുവാൻ പറയുന്നുണ്ട് ഒന്ന് ഞാൻ ഉണ്ടാക്കിയതാണ്, അത് ഇനി കോളായി പോയിട്ടുണ്ടെങ്കിൽ കഴിക്കാതെ ഈ ബർത്ത്ഡേ കോളാവണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് മറ്റൊന്ന് വാങ്ങിയത് എന്നെല്ലാം പറയുന്നുണ്ട്. എന്നിട്ട് സാക്ഷി നേരെ ആ കേക്കെല്ലാം കട്ട് ചെയ്യുന്നുണ്ട്. സാക്ഷിയാണെങ്കിൽ കട്ട് ചെയ്യാനായി ചൂസ് ചെയ്യുന്നത് ഡുവാൻ ഉണ്ടാക്കിയ കേക്കായിരുന്നു. അങ്ങനെ കേക്കെല്ലാം കട്ട് ചെയ്ത് സാക്ഷി അത് കഴിക്കുമ്പോൾ സാക്ഷിക്ക് വളരെയധികം ഇഷ്ടമാകുന്നുണ്ട്. ഡുവാൻ പറയുന്നുണ്ട് ഇത് നിനക്ക് ഇഷ്ടമായോ, എന്നാൽ ഞാൻ ഇനിയും ഉണ്ടാക്കി തരാം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഡുവാൻ പറയുന്നുണ്ട് ഇനി എനിക്ക് കൂടുതലൊന്നും പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല, ഞാൻ എൻ്റെ ഇഷ്ടം കൺഫസ് ചെയ്യാൻ പോവുകയാണ് എന്നെല്ലാം കേൾക്കുന്ന സാക്ഷി ഒരുപാട് നെട്ടുന്നുണ്ട്. എന്നിട്ട് സാക്ഷി ചോദിക്കുന്നുണ്ട് ആരുടെ ഇഷ്ടം എന്താണ്, നിനക്ക് ആരെങ്കിലും ഇഷ്ടമാണോ എന്നെല്ലാം സാക്ഷി ചോദിക്കുമ്പോൾ ഡുവാൻ പറയുന്നുണ്ട് എനിക്ക് ഒരാളെ ഇഷ്ടമാണ്, നിന്നെയാണ് എനിക്കിഷ്ടം എന്നെല്ലാം ഡുവാൻ പറയുന്നത് കേൾക്കുന്ന സാക്ഷി വളരെയധികം ഉള്ളിൽ സന്തോഷമാണ് തോന്നുന്നത്. എന്നിട്ട് മറുപടി നൽകാനായി പറയുമ്പോൾ സാക്ഷി പറയുന്നുണ്ട് അതിന് നീ എന്നെ ഇംപ്രസ് ഒന്നും ചെയ്തിട്ടില്ലല്ലോ, ഇംപ്രസ് എല്ലാം ചെയ്യ് എന്നിട്ട് ഞാൻ പറഞ്ഞു തരാം എന്നെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ സാക്ഷി നേരെ ഡുവാനോട് ചോദിക്കുന്നുണ്ട് നീ ഉണ്ടാക്കിയ ആ കേക്ക് ഞാൻ കൊണ്ടുപോകട്ടെ, അത് ചോദിക്കുമ്പോൾ ഡുവാൻ പറയുന്നുണ്ട് അതെന്തിനാ, ഞാൻ നിനക്ക് വാങ്ങിയതില്ലേ അതെടുത്തൂടെ എന്നെല്ലാം ചോദിക്കുമ്പോൾ സാക്ഷി പറയുന്നുണ്ട് നീ എന്നെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞു തന്നത് എന്നെല്ലാം പറയുമ്പോൾ ഡുവാൻ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നിനക്ക് ഇന്ന് മാത്രമല്ല ഇനിയുള്ള എല്ലാ വർഷവും കൊല്ലവും എല്ലാം നിനക്ക് ഞാൻ ഉണ്ടാക്കി തരാം കേക്ക് എന്നെല്ലാം പറയുന്നുണ്ട്. ഇങ്ങനെ സാക്ഷി ഡുവാൻ കൊടുത്ത കേക്കെല്ലാമായി അവളുടെ റൂമിലേക്ക് വരുന്നുണ്ട്. സമയം സാക്ഷിയുടെ ഫ്രണ്ട്സ് ആണെങ്കിൽ അവിടെ ആകെപ്പാടെ ലൈറ്റ്സ് എല്ലാം ഓഫാക്കി അവൾക്കൊരു കേക്കെല്ലാമായി വരുന്നുണ്ട്. ഇങ്ങനെ അതെല്ലാം കഴിഞ്ഞപ്പോൾ സാക്ഷി അവരോട് ഇന്ന് നടന്ന എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. അവർ പറയുന്നുണ്ട് നിന്റെ കയ്യിലുള്ള കേക്ക് ഏതാണ്, ഭയങ്കര വിയേർഡായി തോന്നുന്നുണ്ടല്ലോ എന്നെല്ലാം പറയുമ്പോൾ സാക്ഷി പറയുന്നുണ്ട് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്, എനിക്കിത് ഡുവാൻ ഉണ്ടാക്കി തന്നതാ എന്നെല്ലാം പറഞ്ഞ് സാക്ഷി ഒരുപാട് ചിരിക്കുന്നുണ്ട്. അങ്ങനെ നടന്ന കാര്യമെല്ലാം സാക്ഷി തുറന്നു പറയുന്നുണ്ട്. ഇന്നാണ് അവൻ എന്നോട് കൺഫസ് ചെയ്തിട്ടുള്ളത് എന്നെല്ലാം പറഞ്ഞ് അവൾ നല്ലോണം സന്തോഷിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നേരെ കാണിക്കുന്നത് ഒരു ഫ്ലാഷ് ബാക്കിലേക്കാണ്. ഡുവാൻ ആണെങ്കിൽ ഒരു കേക്ക് ഉണ്ടാക്കുന്ന ഷെഫിൻ്റെ അടുത്ത് വന്ന് കേക്ക് ഉണ്ടാക്കാനെല്ലാം പഠിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട് നീ ആദ്യം +2 പഠിക്കുമ്പോഴായിരുന്നല്ലോ ഇവിടേക്ക് വന്നത് കേക്ക് ഉണ്ടാക്കാൻ, നിൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ആയപ്പോൾ ഇപ്പോൾ നീ ആർക്ക് വേണ്ടി കേക്ക് ഉണ്ടാക്കാനാണ് ഇവിടേക്ക് വന്നത് എന്നെല്ലാം ചോദിക്കുമ്പോൾ ഡുവാൻ ഒന്ന് ചിരിക്കുന്നുണ്ട്. അത് കേട്ടിട്ട് ഷെഫിന് മനസ്സിലാകുന്നുണ്ട്. ഷെഫ് പറയുന്നുണ്ട് നീ നല്ലോണം ഉണ്ടാക്കി പഠിക്കുക എന്നെല്ലാം പറയുന്നുണ്ട്. ഇതെല്ലാം കാണിച്ചുകൊണ്ടാണ് ഹിഡൻ ലവ് എന്ന ഡ്രാമയിലെ 15th എപ്പിസോഡ് ഇവിടെ കഴിയുന്നത്.